ഇറാൻ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ചു. ലബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. ഇതോടെ അമേരിക്ക ഇറാൻ വെടിനിർത്തൽ ധാരണ വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലേക്ക് കപ്പലുകൾ അടുക്കരുതെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ നാവികസേന നിർദ്ദേശിച്ചിട്ടുണ്ട്. നിർദ്ദേശം ലംഘിക്കുന്നത് കപ്പലുകളുടെ സുരക്ഷ അപകടത്തിലാക്കുമെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ US സാങ്കേതിക തല ചർച്ചകൾ നാളെ സ്വിറ്റ്സർലൻഡിലെ ബർഗൻസ്റ്റോക്കിൽ നടക്കാനിരിക്കെയാണ് പുതിയ നീക്കം. മനു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മനു, ഇപ്പോഴത്തെ വീണ്ടും ഹോർമുസ് അടയ്ക്കുന്ന നീക്കം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ഇതോടെ ഈ സമാധാന കരാർ പ്രതിസന്ധിയിലാകുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കാനിരിക്കുകയാണോ? അനുശ്രീ, ഈ പശ്ചിമേഷ്യയിൽ സമാധാനം വരുന്നു എന്ന വലിയ പ്രതീക്ഷയിലായിരുന്നു ലോകം. എങ്കിൽ വീണ്ടും ചില ആശങ്കകൾ ഉയരുകയാണ്. ലബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ശക്തമായ പ്രതിഷേധം ഇറാൻ രേഖപ്പെടുത്തുന്നു. അതിനെ തുടർന്ന് ഹോർമുസ് കടലിടുക്ക് അടച്ചിരിക്കുന്നു. ഇനി കപ്പലുകൾ അങ്ങോട്ടേക്ക് അടുക്കരുത് എന്നൊരു നിർദ്ദേശമാണ് റവല്യൂഷണറി ഗാർഡ്സ് കോറിൻ്റെ നാവികസേന നൽകുന്നത്. വന്നാൽ അതിന് നേരെ ആക്രമണമുണ്ടാകും, സുരക്ഷാ ഭീഷണിയിലാകും. അതുകൊണ്ട് കപ്പലുകൾ അങ്ങോട്ടേക്ക് അടുക്കരുത് എന്നൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇത് സ്വാഭാവികമായും ആഗോള എണ്ണ ഇന്ധന വിപണിയെയൊക്കെ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു നീക്കമായിരിക്കും. ലെബനനിൽ വലിയ തോതിൽ ആളുകൾ കൊല്ലപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അത് ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ മുതൽ നടന്ന ആക്രമണങ്ങളിൽ 30ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ലെബനൻ പറയുന്നത്. ഈ ഘട്ടത്തിലാണ് ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടയ്ക്കാനായി ഇറാൻ തീരുമാനിച്ചിട്ടുള്ളത്. ലെബനനിലെ ഹെൽത്ത് മിനിസ്ട്രി പറയുന്ന കണക്കനുസരിച്ച് മാർച്ച് 2 മുതൽ 4057 ആളുകളാണ് അവിടെ ഈ ആക്രമണങ്ങളിൽ, ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. 12121 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതോടൊപ്പം 83 പേർ രക്തസാക്ഷിത്വം വഹിച്ചു എന്നൊക്കെയുള്ള ചില പ്രതികരണങ്ങൾ ലെബനൻ നടത്തുന്നു. അത് ഈ സൈനികരാണ്, ലെബനൻ സൈനികരായി 83 പേർക്ക് പേരുടെ ജീവൻ അവിടെ നഷ്ടമായിട്ടുണ്ട്. 141 സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം സദേൺ ലെബനനിലുള്ള, തെക്കൻ ലെബനനിലുള്ള ഈ മേഖലയിലാണ് ഈ വലിയ തോതിൽ ആക്രമണം നടന്നിട്ടുള്ളത്. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ ഈ ആക്രമണത്തെ, ഇന്ന് രാവിലെ മുതൽ നടന്ന ആക്രമണത്തിലെ മരണസംഖ്യ കൂടുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 30-ലധികം ആളുകൾ മരിച്ചു എന്ന് ഏറ്റവും ഒടുവിൽ വാർത്തകൾ ലഭിക്കുമ്പോൾ അങ്ങനെ വരുന്നു. അപ്പോൾ 30-ലധികം ആളുകൾക്ക് നേരെ ആളുകൾ മരിക്കാനിടയ ഒരു ആക്രമണത്തിൽ ആണ് ഇറാൻ്റെ ഈ പ്രതിഷേധം. ഇത് നാളെ ബർഗൻസ്റ്റോക്കിൽ നടക്കാനിരിക്കുന്ന ചർച്ചകളെ ഏത് തരത്തിൽ ബാധിക്കും എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം ഇത് വെടിനിർത്തൽ കരാർ, 60 ദിവസത്തിൻ്റെ ഒരു വെടിനിർത്തൽ കരാർ അമേരിക്കയും അതുപോലെ ഇറാനും തമ്മിൽ ഒപ്പുവെച്ചിരുന്നു. ആ ഡിജിറ്റലി ഒപ്പുവെച്ച കരാറിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് ഒരു ടെക്നിക്കൽ ലെവൽ അല്ലെങ്കിൽ സാങ്കേതിക തല ചർച്ചകൾ ഈ സ്വിറ്റ്സർലാൻഡിൽ പദ്ധതിയിട്ടിരുന്നത്. ബർഗൻസ്റ്റോക്കിൽ നടക്കുന്ന ഈ ചർച്ചകൾ ഇനി എന്താകുമെന്നറിയില്ല. നേരത്തെ JD വാൻസ് ഉൾപ്പെടെയുള്ള അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ചർച്ചകളിൽ പങ്കെടുക്കാൻ താനും വരും എന്ന് പറഞ്ഞിരുന്നു. ഖത്തറിൻ്റെയും അതുപോലെ പാകിസ്ഥാൻ്റെയും ഒക്കെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ നടക്കുന്നത്. ഏതായാലും ചർച്ചകൾ നടക്കുമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കുന്നു. ചർച്ചകൾ സ്വാഭാവികമായും നടക്കും. മാത്രവുമല്ല, ഖത്തറും അതുപോലെ US എല്ലാം ചേർന്ന് $6 ബില്യൺ ഒരു സഹായം എന്ന നിലയിൽ നൽകുന്നതിനെക്കുറിച്ചും ഒക്കെ ചർച്ചകളുണ്ടാകും. പക്ഷേ അത് ഈ ഹോർമുസ് അടച്ച സാഹചര്യത്തിൽ ഇനി അതിൻ്റെ ഭാവി എന്ത് എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമാകുന്നു. ഇനി തുടർ നടപടികളെ ഇത് എത്ര കണ്ട് ബാധിക്കും എന്നത് ചോദ്യചിഹ്നമാകുന്നു. മാത്രമല്ല, ഇറാൻ ഒരു കാര്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇറാൻ്റെ ആസ്തികൾ തടഞ്ഞു വെച്ചത് വകമാറ്റി മറ്റ് ആളുകൾക്ക് നൽകാൻ അനുവദിക്കില്ല. മധ്യേഷ്യയിലെ മറ്റ് രാജ്യങ്ങൾ, അതായത് ഇറാൻ്റെ ആക്രമണത്തിൽ ഒക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്ക് ഈ പണം നൽകാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഇറാൻ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ 60 ദിവസത്തെ ഒരു വെടിനിർത്തൽ കരാർ സാധ്യമായി എന്നതിൻ്റെ വലിയ ആശ്വാസത്തിൽ ലോകമിരിക്കുമ്പോൾ വീണ്ടും ചില അപശബ്ദങ്ങൾ ഉയർന്നു കേൾക്കുന്നു പശ്ചിമേഷ്യയിൽ നിന്ന്. അത് ഏത് തരത്തിലുള്ള ഒരു പ്രത്യാഘാതം ഉണ്ടാക്കും എന്നത് വ്യക്തമല്ല. വരും ദിവസങ്ങളിൽ ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ സങ്കീർണതകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു. പക്ഷേ ഹോർമുസ് കടലിടുക്ക് തുറക്കാതിരുന്നാൽ അത് ആഗോള വിപണിയെ തന്നെ വലിയ തോതിൽ ബാധിക്കും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പ്രതിസന്ധിയാണ്. നേരത്തെ 55 കപ്പലുകൾ, ഈ അമേരിക്കൻ കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് കടന്ന് പുറത്ത് വന്നതിൻ്റെ ഒക്കെ വിവരങ്ങൾ വാർത്തകളായി വന്നതിന് തൊട്ട് പുറകിലാണ് ഇത്തരത്തിലുള്ള ഒരു ഒട്ടും ആശാവഹമല്ലാത്ത വാർത്ത കൂടി പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത്. അനുശ്രീ, ശരി, മനു ഭരത്താണ് കൂടുതൽ വിവരങ്ങൾ.